ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ മഴ പെയ്ത ഒരു ദിവസമായിരുന്നു. പ്രമുഖ ക്ലബ്ബുകൾ എല്ലാവരും തകർപ്പൻ വിജയമാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. FC ബാഴ്സലോണ 1-6 ഗോളുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. ഒളിമ്പിയാക്കോസിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഫെർമിൻ ലോപ്പസ് ഹാട്രിക് നേടുകയായിരുന്നു. 7, 39, 76 മിനിറ്റുകളിലാണ് ലോപ്പസ് ഹാട്രിക് പൂർത്തിയാക്കിയത്. അതേസമയം ലാമിൻ യമാൽ 68-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോൾ നേടിയിട്ടുണ്ട്. റാഷ്ഫോർഡിന്റെ പ്രകടനം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് 74, 79 മിനിറ്റുകളിൽ റാഷ്ഫോർഡ് ഗോളുകൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് 1-6 ഗോളുകൾക്ക് ഒളിമ്പിയാക്കോസിനെ FC ബാഴ്സലോണ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ 9-ാം സ്ഥാനത്താണ്. 3 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റാണ് അവർക്കുള്ളത്. അതേസമയം ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മറ്റൊരു കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടുണ്ട്. ഡിയേഗോ സിമിയോണയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ആഴ്സണൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. രണ്ടാം പകുതിയുടെ 57-ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ മഗല്ലസ് ആഴ്സണലിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു. പിന്നീട് 64-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ബ്രസീലിയൻ താരമായ മാർട്ടിനെല്ലി ലീഡ് വർദ്ധിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഗ്യോക്കേറസ് ആണ് തിളങ്ങിയത്. 67, 70 മിനിറ്റുകളിൽ ഗ്യോക്കേറസ് ഗോൾ കണ്ടെത്തി. ഇതോടെയാണ് അത്ലറ്റിക്കോയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ആഴ്സണൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു മത്സരത്തിൽ ബയർ ലെവർക്യൂസനെ PSG പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 2-7 ഗോളുകൾക്കാണ് PSG ബയർ ലെവർക്യൂസനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് PSG വേണ്ടി പാച്ചോ 7-ാമത്തെ മിനിറ്റിൽ ലീഡ് കണ്ടെത്തി. ഡെസിയെ ഡുവെ 41, അതുപോലെ തന്നെ 48 മിനിറ്റുകളിൽ ഗോൾ നേടുകയായിരുന്നു. കോരഷ്കേലിയ 44-ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. മെൻഡസ്, ഡെംബലെ, വീട്ടീഞ്ഞ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി. അങ്ങനെയാണ് PSG 7 ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതേസമയം ബയർ ലെവർക്യൂസന് വേണ്ടി ഗാർഷ്യയാണ് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് കോപ്പൻഹാഗനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബൊറൂസിയ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഹൊസെ മൊറീഞ്ഞോയുടെ ടീമായ ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ന്യൂകാസിൽ യുണൈറ്റഡ് വിജയിച്ചിട്ടുള്ളത്. ബാർണസ് അവർക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടി. ആന്റണി ഗോർഡൻ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം PSV ഐന്തോവൻ നാപ്പോളിക്കെതിരെ ഗംഭീര വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 2-6 ഗോളുകൾക്കാണ് നാപ്പോളിയെ PSV ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നാപ്പോളിക്ക് വേണ്ടി മക്ടോമിനെ ഇരട്ട ഗോളുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതേസമയം ഇന്റർ മിലാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് യൂണിയനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്റർ മിലാന് വേണ്ടി ഡംഫ്രിസ്, മാർട്ടിനസ്, ചൽഹനോഗ്ലു, എസ്പോസിറ്റോ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയും വിജയിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പാനിഷ് ക്ലബ്ബായ വിയ്യാറയലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡും സിൽവയുമാണ് സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. ഇനി പോയിന്റ് പട്ടികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1-ാം സ്ഥാനത്ത് വരുന്നത് നിലവിലെ ജേതാക്കളായ PSG തന്നെയാണ്. 3 മത്സരങ്ങളിൽ 3-ലും അവർ വിജയിച്ചിട്ടുണ്ട്. ഇന്റർ മിലാൻ, ആഴ്സണൽ എന്നിവരും 9 പോയിന്റുകൾ വീതം നേടിയിട്ടുണ്ട്. അതേസമയം ബൊറൂസിയ ഡോർട്ട്മുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവർക്ക് 7 പോയിന്റുകൾ വീതമാണ് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.